അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മതം. ഇസ്ലാമിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യവിരുന്ന്. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ഇസ്ലാമിനെക്കുറിച്ച് സംശയങ്ങൾക്ക് മറുപടി. വിമർശനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന. ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. അന്ധവിശ്വാസാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادل. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൃഷ്ടികർത്താവായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. സമയവും സന്ദർഭവും നമുക്കനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഇവിടെ നമുക്ക് സംസാരിക്കുവാനുള്ള വിഷയം ഇസ്ലാമും രാഷ്ട്രീയവും എന്നതാണ്. വളരെ വിശാലമായി വിവിധ കോണുകളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കേണ്ട ഈ വിഷയത്തിൻ്റെ വളരെ പ്രസക്തമായ കാലികമായ നാമുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങളെ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തൽവിഷയകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് ഒരു നിവാരണം വരുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം
മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുന്ന മുഴുമേഖലകളെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിത വിജയത്തിന് അനുഗ്രഹമായി തീരുന്ന രൂപത്തിൽ ഇസ്ലാമിക നിയമങ്ങളും നിർദ്ദേശങ്ങളും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റേതായ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിയ ഏതൊരാൾക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. വൈയക്തികമായ മേഖലകളിലും കുടുംബപരമായ മേഖലകളിലും രാഷ്ട്രപരമായ മേഖലകളിലും ഇസ്ലാം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ മനുഷ്യന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും വഴികാട്ടിയായി നിലകൊള്ളുമ്പോൾ ഇസ്ലാം ഉയർത്തിക്കാട്ടിയിട്ടുള്ള മൂല്യങ്ങളിൽ ചിലത് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് സന്ദർഭോചിതം ദുർവ്യാഖ്യാനിച്ച് അതിൻ്റെ ലേബലിൽ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥ ലോകത്തെമ്പാടും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ വളരെ വ്യക്തമായ തെറ്റിദ്ധാരണകൾക്കും തെറ്റിദ്ധരിപ്പിക്കലുകൾക്കും വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്